Divisional Accountant Officer, Important Question Discussion, Chapter 9, Part 10. കോസ്റ്റ് അക്കൗണ്ടിങ് തന്നെയാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഇന്നത്തെ പാർട്ടിൽ നമ്മൾ നോക്കുന്നത് റീ അപ്രോക്സിമേറ്റ് ഓഫ് ഓവർ ഹെഡ്, ജോബ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ് എന്നുള്ള പോർഷനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 128, റീ അപ്രോക്സിമേറ്റ് ഓഫ് ഓവർ ഹെഡ്. അപ്പോൾ എന്താണ് റീ അപ്രോക്സിമേറ്റ് ഓഫ് ഓവർ ഹെഡ്? ദ പ്രോസസ് ഓഫ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോസ്റ്റ് ഓഫ് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് റീ അപ്രോക്സിമേറ്റ് ഓഫ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ ഹെഡ്. അപ്പോൾ എന്താണ്, നമ്മൾ ആദ്യം അലോക്കേറ്റ് ചെയ്ത കുറേ ഓവർ ഹെഡുകളുണ്ട്. ആദ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഓവർ ഹെഡ് മീൻസ് ഇൻഡയറക്റ്റ് ആയിട്ട് ഉള്ള എക്സ്പെൻസസുകളെയാണ് ഓവർ ഹെഡുകളെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഓവർ ഹെഡുകളെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒന്നും കൂടെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ആദ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഓവർ ഹെഡുകളെ ഒന്നുകൂടെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, റീ അപ്രോക്സിമേറ്റ് ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോസ്റ്റ് ഓഫ് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ടു ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ പറയുന്നത്, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ ഹെഡിനെയാണ് റീ അപ്രോക്സിമേറ്റ് ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അടുത്ത 129, the total of overhead obtained in service department through allocation or approximate of overhead and reapproximate to the production department for making the production department to bear the entire expenses of production. അപ്പോൾ എന്താണ് ഒരു ടോട്ടൽ ഓവർ ഹെഡ് എന്ന് പറയുന്നത്? എന്താണ്, നമ്മൾ ഈ ആദ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതും രണ്ടാമത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തതും എല്ലാം കൂടെ എൻറ്റയർ എക്സ്പെൻസസ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന അതിനെയാണ്. സോ എന്താണ്, ആദ്യം അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ അതിനെ അപ്രോക്സിമേറ്റ് ഓഫ് ഓവർ ഹെഡ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റീ അപ്രോക്സിമേറ്റും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനെ നമ്മൾ എൻറ്റയർ ആയിട്ട് നമ്മൾ എടുക്കും. എൻറ്റയർ എക്സ്പെൻസസ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. 130, ദ ആക്ച്വൽ പ്രൊഡക്ഷൻ ടേക്കൺ പ്ലേസ് ഇൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലി സോ ദ കോസ്റ്റ് ഓഫ് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റ് ആർ ടു ബി ഫൈനലി ചാർജ്ഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫോർ കോസ്റ്റിംഗ് പർപ്പസസ്. അപ്പോൾ എന്താണ്, നമ്മുടെ ആക്ച്വൽ പ്രൊഡക്ഷൻ എങ്ങനെയാണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ? ഓൺലി ദ കോസ്റ്റ് ഓഫ് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു ബി ഫൈനലി ചാർജ്ഡ്. നമ്മൾ ഫൈനലായിട്ട് ചാർജ് ചെയ്യുന്നത്, അതായത് ഈ പറഞ്ഞ അലോക്കേഷനും അപ്രോക്സിമെൻറ്റും അപ്രോക്സിമെൻറ്റും എല്ലാം കൂടെ ചേർത്തിട്ട് അതാണ് ഫൈനൽ ചാർജ് എന്ന് പറയുന്നത്. ഇവിടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ കോസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ ആക്ച്വൽ പ്രൊഡക്ഷൻ ടേക്കൺ പ്ലേസ് ചെയ്യുന്നത് അങ്ങനെയാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. നെക്സ്റ്റ് 131, ദ വേരിയസ് കോമൺലി അഡോപ്റ്റഡ് റീ അപ്രോക്സിമേറ്റ് ഓഫ് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് ആർ. അപ്പോൾ നമ്മൾ രണ്ടാമത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വേരിയസ് കോമൺ സർവീസ് കോസ്റ്റുകൾ എന്തൊക്കെയാണ് വരുന്നത്? ഇപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ എന്ത് ബേസിസിലാണ് അതിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ചെയ്യുന്ന ഏതൊക്കെ ബേസിസിലാണെന്ന് നോക്കാം. ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊക്കെയാണ്? ഒന്നാമത്തത് കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് ബേസിസിലാണ്? വാല്യൂ ഓർ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോർ ഇഷ്യൂഡ്. വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോറിലായിരിക്കും സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്പർ ഓഫ് പർച്ചേസ് ഓർ വാല്യൂ ഓഫ് മെറ്റീരിയൽ പർച്ചേസ്ഡ്. അപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെയാണ് നമ്പർ ഓഫ് പർച്ചേസ്, എത്ര തവണ പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ എത്ര വാല്യൂവിന് നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു നോക്കിയിട്ടാണ്. നെക്സ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ലേബർ വെൽഫെയർ എക്സ്പെൻസസ്. അപ്പം അത് എന്തിൻ്റെ ബേസിലാണ്? നമ്പർ ഓഫ് എംപ്ലോയീസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വർക്കേഴ്സ് അവിടെ എത്ര പേരുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ലേബർ വെൽഫെയർ എക്സ്പെൻസസ് നമ്മൾ എടുക്കുന്നത്. അടുത്തത് റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്. അതെന്താ, അവേഴ്സ് വർക്ക്ഡ്. ഒരു എംപ്ലോയി എവിടെ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര മണിക്കൂർ അവരുടെ മെഷീനറീസൊക്കെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് റിപ്പയർസ് അഥവാ മെയിൻ്റനൻസ് നമ്മൾ നടത്തുന്നത്. നെക്സ്റ്റ് അഞ്ചാമത്തത് ടൂൾ റൂം. എന്താണ് ടൂൾ റൂം? എന്തിൻ്റെ ബേസിസിലാണ്? ഡയറക്റ്റ് ലേബർ അവേഴ്സിൻ്റെ ബേസിസിലാണ് ടൂൾ റൂം നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡോപ്റ്റ് ചെയ്യുന്നത്. അവിടെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർവീസ് കോസ്റ്റ് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആറാമത്തത് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇൻഷുറൻസ്. അതും എന്താണ്, നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ ബേസിസിലും ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിലുമാണ്. ഈ EPF എന്ന് പറയുന്നത്
എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ ഇൻസ്പെക്ഷൻ അവർ ഓഫ് വാല്യൂ ഓഫ് ഐറ്റംസ് ഓഫ് ഇൻസ്പെക്ഷൻ്റെ ബേസിസിലാണ് നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തുന്നത്. പിന്നെന്താണ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെ എന്താണ് നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ ബേസിസിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട്, അതായത് വെയിറ്റ് ഓർ വാല്യൂ ഓഫ് മെറ്റീരിയൽ ഹാൻഡിൽഡ്, വെയിറ്റ് ഓർ വാല്യൂ ഓഫ് മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്ന വെച്ചിട്ടാണ് ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട് നടത്തുന്നത്. എക്സ്റ്റേണൽ ട്രാൻസ്പോർട്ട്, അത് കിലോമീറ്റേഴ്സിൻ്റെ ബേസിസിൽ ട്രാക്ക് അവേഴ്സ്, വെയിറ്റ് ഓഫ് മെറ്റീരിയൽ ട്രാൻസ്പോർട്ട്, ഇതിൻ്റെയൊക്കെ ബേസിലാണ് എക്സ്റ്റേണൽ വരുമ്പോൾ കിലോമീറ്റർ ആണെന്ന് നമുക്കറിയാം. ഇൻറ്റേർണൽ വരുമ്പോൾ വെയിറ്റ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദ മെറ്റീരിയൽ ഹാൻഡിലാണ് വരുന്നത്. നെക്സ്റ്റ് 132 മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. എന്തൊക്കെ മെത്തേഡാണ് കോസ്റ്റിങ്ങിലുള്ളത്? മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഈസ് ദ മെത്തേഡ് പ്രോസസ് ഓർ ടെക്നിക്സ് എംപ്ലോയിഡ് ഇൻ അസർട്ടൈൻമെൻറ്റ് ഓഫ് എ കോസ്റ്റ്. അപ്പം എന്താണ് നമ്മൾ കോസ്റ്റിനെ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പല മെത്തേഡുകളുണ്ട് കോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി. അപ്പം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ഒരു കോസ്റ്റിന് പല മെത്തേഡുകളുണ്ട് അതിനെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട്. അപ്പം എന്താണ് അതിൻ്റെ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈസ് എ ടൈപ്പ് ഓഫ് മെത്തേഡാണ്, പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ്. എന്താണ് അസർട്ടൈനിങ് ദ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പല മെത്തേഡ്സുകളുണ്ട്. ഇപ്പോൾ താഴെ നമുക്കത് ഏതൊക്കെയാണെന്ന് പഠിക്കാം. 133 വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ആണ്. ഏകദേശം ഒരു 8ഓളം മെത്തേഡ്സുകളുണ്ട്. ഓരോന്നും നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങിൽ ഫസ്റ്റ് വൺ ജോബ് കോസ്റ്റിംഗ്, രണ്ടാമത് ബാച്ച് കോസ്റ്റിംഗ്, 3 കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്, 4 പ്രോസസ് കോസ്റ്റിംഗ്, 5 സർവീസ് കോസ്റ്റിംഗ്, 6 ഓപ്പറേഷണൽ കോസ്റ്റിംഗ്, 7 മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്, 8 ഫാം കോസ്റ്റിംഗ്. അപ്പം 8 മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ഉണ്ട് നമുക്കൊരു കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി. ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, സർവീസ് കോസ്റ്റിംഗ്, ഓപ്പറേഷണൽ കോസ്റ്റിംഗ്, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്, ഫാം കോസ്റ്റിംഗ്. അപ്പം ഇത് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. 134 ജോബ് കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ജോബ് കോസ്റ്റിംഗ് ഈസ് ദ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈഡ് ഇൻ ദോസ് ഇൻഡസ്ട്രീസ് വെയർ ജോബ് ആർ executed against a specific order and each job is treated as a cost unit. അപ്പോൾ എന്താണ് ജോബിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിൽ ജോബ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ജോബ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ജോബ് കോസ്റ്റിങ്ങിൽ ഓരോ ജോബിൻ്റെയും കോസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. സെപ്പറേറ്റ് ആയിട്ടാണ് ഓരോ ജോബിൻ്റെയും കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ജോബ് കോസ്റ്റിങ്ങിനെ വേറെ 2-3 പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. പ്രൊഡക്ഷൻ ഓർഡർ കോസ്റ്റിംഗ് എന്നും സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് എന്നും ലോട്ട് കോസ്റ്റിംഗ് എന്നും. എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ ഓർഡർ കോസ്റ്റിംഗ്, സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്, ലോട്ട് കോസ്റ്റിംഗ്. അപ്പം നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ജോബ് കോസ്റ്റിംഗ് ആണ്. ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്നാണ് പറഞ്ഞത്. അതിന് ഓരോ ജോബിന് അല്ലെങ്കിൽ ഓരോ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഓരോ വർക്കും സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് ചെയ്യും. അതിനെയാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. 3 പേരുകൾ പഠിച്ചു. പ്രൊഡക്ഷൻ ഓർഡർ കോസ്റ്റിംഗ്, സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്, ലോട്ട് ഓർഡർ കോസ്റ്റിംഗ്. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കസ്റ്റമർ ആവശ്യപ്പെടുന്ന രീതിയിലാണ് നമ്മൾ നടത്തുന്നത്? പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പം കസ്റ്റമർക്ക് ഇത്ര ക്വാണ്ടിറ്റി മതി എന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻസിൻ്റെ ബേസിലോ അല്ലെങ്കിൽ ആ ഒരു ജോബിൻ്റെ ബേസിലോ മാത്രം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തിയറി പറഞ്ഞത് ജോബ് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈഡ് ഇൻ ദോസ് ഇൻഡസ്ട്രീസ് വേർ ജോബ്സ് ആർ എക്സിക്യൂട്ടഡ് എഗൻസ്റ്റ് സ്പെസിഫിക് ഓർഡർ. ആ ഒരു സ്പെസിഫിക് ഓർഡർ, ഇപ്പോൾ ഒരു കസ്റ്റമർ തരുന്ന സ്പെസിഫിക് ഓർഡറിന് വേണ്ടി മാത്രം നമ്മൾ ജോലി ചെയ്യുവാണ്, ജോബ് എക്സിക്യൂട്ട് ചെയ്യുവാണ്. അപ്പം ആൻഡ് ഈച്ച് ജോബ് ഈസ് ട്രീറ്റഡ് ആസ് കോസ്റ്റ് യൂണിറ്റ്. ഓരോ ജോബും നമ്മൾ എന്തിൻ്റെ ബേസിസിലാണ് ട്രീറ്റ് ചെയ്യുന്നത്? കോസ്റ്റ് യൂണിറ്റിൻ്റെ ബേസിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 135 ബാച്ച് കോസ്റ്റിംഗ്. എന്താണ് ബാച്ച് കോസ്റ്റിംഗ്? ബാച്ച് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈഡ്
in those industries where articles of similar nature are manufactured in indefinite branches or lot of large numbers. Batch costing is applied articles of homogeneous nature and produced either for immediate sales or for usage of components of some മെയിൻ പ്രോഡക്ട്സ്. അപ്പോൾ എന്താണ് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ബാച്ച് നമ്മളൊരു മെഡിസിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ ഒരു ബാച്ച് നമ്പർ ഉണ്ടാവും. ഇപ്പോൾ ഒരു സോപ്പ്, ഓയിൽമെൻറ്റ്, അപ്പോൾ ഇങ്ങനെയുള്ള ബിസ്ക്കറ്റ്, ഇതിൻ്റെയൊക്കെ ബാക്കിൽ ഓരോ ബാച്ച് നമ്പർ ഉണ്ടാവും. അപ്പം ഓരോ ബാച്ചിനും ഓരോ നമ്പർ കൊടുത്തിരിക്കും. അപ്പോൾ അത് ഒരു നമ്പറിലുള്ള ഇപ്പം 18 എന്ന് പറയുന്ന നമ്പറാണ്. അപ്പോൾ ആ 18 വരുന്ന ഒരുപാട് ബാച്ചസ് ഉണ്ടാവും. അതെല്ലാം അതിനെന്താ ഹോമോജീനിയസ് നേച്ചർ ആയിരിക്കും. മെഡിസിനാണ് കൂടുതൽ ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു മെഡിസിൻ ബാച്ച് നമ്പർ ഇത്രയാണ്, ബാച്ച് നമ്പർ 12 ആണ്. അപ്പോൾ ആ 12ലുള്ള മെഡിസിൻസ് എല്ലാം ഹോമോജീനിയസ് നേച്ചർ ആയിരിക്കും, അതായത് സിമിലർ നേച്ചർ ആയിരിക്കും. ആർട്ടിക്കിളെല്ലാം സിമിലർ നേച്ചർ ആൻഡ് മാനുഫാക്ചർഡ് ഇൻ ഡെഫിനിറ്റ് ബ്രാഞ്ചസ് ഓർ ലോട്ട് ഓഫ് ലാർജ് നമ്പേഴ്സ്. അപ്പോൾ ആ ഒരു ബാച്ചിൽ ഒരു 200 എണ്ണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെന്നിരിക്കട്ടെ. അടുത്ത ആ ബാച്ച് നമ്പർ തീർന്ന് അടുത്ത ബാച്ച് 12 ആയിരുന്നു, അടുത്ത ബാച്ച് നമ്പർ 13 ആവുന്നു. അപ്പോൾ അതിൽ ഒരു 100 എണ്ണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഓരോ ബാച്ച് ആയിട്ടാണ് നമ്മൾ ഈ മെഡിസിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ എടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബാച്ച് കോസ്റ്റിംഗ്. അങ്ങനെ കോസ്റ്റിംഗ് കാൽക്കുലേറ്റ്, ഇപ്പോൾ ഓരോ ബാച്ചിന് വേണ്ടി നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ത്? ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഹോമോജീനിയസ് നേച്ചർ ആയിരിക്കും, സിമിലർ നേച്ചർ, മാനുഫാക്ചർഡ് ഫോർ ഡെഫിനിറ്റ് ബ്രാഞ്ചസ് ഓർ ലോട്ട് ഓഫ് ലാർജ് നമ്പർ ഓഫ് പ്രോഡക്ട്സ്, ഇമ്മീഡിയറ്റ് സെയിൽസിന് വേണ്ടി. അപ്പോൾ ആ ഒരു ബാച്ചിലുള്ളത് ഈ ഒരു 6 മാസത്തിനുള്ളിൽ നമ്മൾ സെല്ല് ചെയ്ത് തീർക്കണം. അപ്പം അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബാച്ച് നമ്പർ കൊടുക്കുന്നത് തന്നെ അതിന് വേണ്ടിയാണ്. മെഡിസിൻസ് ഒക്കെ ആകുമ്പോൾ അതിന് എക്സ്പയറി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതൊരു ഇമ്മീഡിയറ്റ് സെയിൽസിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഐറ്റംസ് ആയിരിക്കും. സോ അതിനെയൊക്കെ നമ്മൾ എന്ത് മെത്തേഡാണ് അപ്ലൈ ചെയ്യേണ്ടത്? ബാച്ച് കോസ്റ്റിംഗ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്താണ്? 136ാമത്തെ ക്വസ്റ്റ്യൻ, കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്. എന്താണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്? കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈഡ് ഇൻ സച്ച് കൺസേൺ വേർ ലാർജ് സൈസ്ഡ് കോൺട്രാക്റ്റ് വർക്ക് എക്സ്റ്റെൻഡിങ് ടു എ നമ്പർ ഓഫ് ഇയേഴ്സ് ആർ അണ്ടർടേക്കൺ. ഫോർ ഈച്ച് കോൺട്രാക്റ്റ് വർക്ക് എ സെപ്പറേറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ട് ഈസ് മെയിൻറ്റൈൻഡ്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ബൈ ബിൽഡേഴ്സ്, സിവിൽ എഞ്ചിനീയേഴ്സ്, കോൺട്രാക്ടേഴ്സ് എക്സെട്ര. അപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു വാക്കിൽ തന്നെ ഉണ്ട് എന്താണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന്. ഇത് അപ്ലൈ ചെയ്യുന്ന എവിടെയാണ്? ലാർജ് സൈസ്ഡ് കോൺട്രാക്റ്റ് വർക്ക് എടുത്ത് ചെയ്യുന്നവരാണ്. ആരൊക്കെ എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത്? ബിൽഡേഴ്സ് ഉണ്ട്, സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, കോൺട്രാക്ടേഴ്സ് ഉണ്ട്. ഇവരുടെയൊക്കെ വർക്ക് നമ്പർ ഓഫ് ഇയേഴ്സിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും? എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ലാർജ് സൈസ്ഡ് വർക്കൊക്കെ ചെയ്യുന്നവർ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഏതാണ്? കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ആണ്. കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്. നെക്സ്റ്റ് 137, പ്രോസസ് കോസ്റ്റിംഗ്. എന്താണ് പ്രോസസ് കോസ്റ്റിംഗ്? പ്രോസസ് കോസ്റ്റിംഗ് ഈസ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈഡ് ഇൻ സച്ച് കൺസേൺ വേർ ദ പ്രോഡക്റ്റ് പാസസ് ഫ്രം വൺ ഡിസ്റ്റൻറ്റ് പ്രോസസ് ടു അതർ ടിൽ കംപ്ലീഷൻ. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ പേപ്പർ മാനുഫാക്ചറിങ്, ഓയിൽ റിഫൈനറീസ്, പെയിൻറ്റ് മാനുഫാക്ചറിങ്, ഗ്ലാസ് വർക്ക്, സിമൻറ്റ് മാനുഫാക്ചറിങ് എക്സെട്ര. അപ്പോൾ എന്താണ് പ്രോസസ് കോസ്റ്റിംഗ്? പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഓരോ ഡിസ്റ്റൻറ്റ് പ്രോസസ്സ് കഴിയുമ്പോഴും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകും. ഉദാഹരണത്തിന് ഈ മെത്തേഡ് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നത് പേപ്പർ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളുണ്ട്, ഓയിൽ റിഫൈനറീസിലുണ്ട്, പെയിൻറ്റ് മാനുഫാക്ചർ. അപ്പോൾ അവിടെ എല്ലാം ഓരോ പ്രോസസ്സിന് ഓരോ സ്ഥലത്തേക്ക് ഇതിനെ എന്ത് ചെയ്യണം? പാസ് ചെയ്യണം. ഒരു പ്രോസസ്സ് കഴിഞ്ഞ് അടുത്ത പ്രോസസ്സിന് വേണ്ടി അടുത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ ഓരോ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ഓരോ സ്ഥലത്തു നിന്നും കംപ്ലീറ്റ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഇൻഡസ്ട്രീസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന കോസ്റ്റ് ഓഫ് മെത്തേഡാണ് എന്ത്? പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 138, സർവീസ് കോസ്റ്റിംഗ്. എന്താണ് സർവീസ് കോസ്റ്റിംഗ്? സർവീസ് കോസ്റ്റിംഗ് ഓർ ഓപ്പറേഷണൽ കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് applied in such concern which render services as distant from other which manufacturing goods. egg transportation. Example, transportation undertaking, power supply companies, hospitals, hotels, municipal services. അപ്പോൾ എന്താണ്? സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫേംസുകളുണ്ട്. നമ്മൾ ഇത്രയും നേരം പ്രോഡക്റ്റുകളെ ബേസ് ചെയ്തിട്ടാണ് ഇത്രയും കോസ്റ്റ് മെത്തേഡുകൾ പഠിച്ചത്. ഇത് എന്താണ്? പ്യുവർലി ബേസ്ഡ് ഓൺ സർവീസസ് കൊടുക്കുന്ന
ഫേമുകൾ അണ്ടർടേക്ക് ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഒരു സർവീസാണ്. പവർ സപ്ലൈ എന്താണ്, ഒരു സർവീസാണ്. ഹോസ്പിറ്റല്, ഹോട്ടൽസ് ഒക്കെ എന്താണ്, ഓരോ സർവീസസ് റെൻഡർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണ്. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ ഏത് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്? സർവീസ് കോസ്റ്റിംഗ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അടുത്ത നെക്സ്റ്റ് 139ാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്പറേഷണൽ കോസ്റ്റിംഗ്. എന്താണ് ഓപ്പറേഷണൽ കോസ്റ്റിംഗ്? ഓപ്പറേഷണൽ കോസ്റ്റിംഗ് ദിസ് ഈസ് ഓൾസോ നോൺ എസ് സിംഗിൾ ഓർ ഔട്ട്പുട്ട് ഓർ യൂണിറ്റ് കോസ്റ്റിംഗ്. ഓപ്പറേഷണൽ കോസ്റ്റിങ്ങിൻ്റെ 3-4 പേരുകൾ നമ്മളിപ്പോൾ പഠിച്ചു. സിംഗിൾ ഓർ ഔട്ട്പുട്ട് ഓർ unit costing. This method of costing is applied in such concern where the process of production is continuous and the unit produced are identical. അപ്പോൾ എന്താണ് അവിടെ ഈ മെത്തേഡ് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂ. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അത് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ആർ ഐഡൻറ്റിറ്റിക്കൽ. യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഐഡൻറ്റിറ്റിക്കലാണ്. ഒരുപോലത്തെ യൂണിറ്റിലുള്ള പ്രോഡക്ട്സുകളായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ അവിടെ എന്ത് ടെക്നിക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ? ഓപ്പറേഷണൽ കോസ്റ്റിംഗ് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓപ്പറേഷണൽ കോസ്റ്റിങ്ങിൻ്റെ മറ്റ് പേര് ഏതൊക്കെയാണ്? സിംഗിൾ ഓർ ഔട്ട്പുട്ട് ഓർ യൂണിറ്റ് കോസ്റ്റിംഗ്. ഇത് എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? അതായത് പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ്ഡ്. പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ത് ചെയ്യുവാണ്? കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ആർ ഐഡൻറ്റിറ്റിക്കൽ. നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ എന്തായിരിക്കും? ഐഡൻറ്റിറ്റിക്കലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിൽ അപ്ലൈ ചെയ്യേണ്ട ടെക്നിക്ക് ഏതാണ്? ഓപ്പറേഷണൽ കോസ്റ്റിംഗ് ആണ്. ഓപ്പറേഷണൽ കോസ്റ്റിംഗ് ഓഫ് ടെക്നിക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് നോക്കിയത് ഏതൊക്കെയാണ്? ഈ പറഞ്ഞ കണക്ക് ജോബ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, അതൊക്കെയാണ് കൂടുതലായിട്ട് പഠിക്കേണ്ടത്. അതിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്, അതിൽ ജോബ് കോസ്റ്റിങ്ങും, ബാച്ച് കോസ്റ്റിങ്ങും, കോൺട്രാക്ട് കോസ്റ്റിങ്ങും, പ്രോസസ് കോസ്റ്റിങ്ങും, സർവീസ് കോസ്റ്റിങ്ങും, ഓപ്പറേഷണൽ കോസ്റ്റിങ്ങും നമ്മൾ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. താങ്ക് യു.